ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷ് എവിടെയെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന നടേശൻ്റെയും മണിയുടെയും അരികിലേക്ക് പോറ്റി എത്തുന്നുണ്ട്. പോറ്റിയെ കാണാൻ സങ്കടത്തോടെ കുഞ്ഞുട്ടൻ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ലണ്ണ എന്ന് മണി പറയുമ്പോൾ, അന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ അവൻ്റെ നില ആകെ തെറ്റിയിരിക്കുകയല്ലായിരുന്നോ? എവിടെങ്കിലും ഇറങ്ങിപ്പോയി കാണും, പോയാൽ തിരിച്ചു വരാൻ വെളിവ് വേണ്ടേ എന്ന് പോറ്റി സങ്കടം അഭിനയിച്ച് ചോദിക്കുമ്പോൾ സന്തോഷിനെ നോക്കിയ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അപകടകരമായ നിലയിൽ ആക്രമണ സ്വഭാവമുണ്ടെന്ന് എന്ന് നടേശനും. ഇത് കേൾക്കെ പോറ്റിയും അത് ശരിയാ, നമ്മുടെ കയ്യിൽ നിൽക്കൂലെന്നേ എന്ന് പറയുന്നത് കേട്ട്, അല്ല അളിയൻ എങ്ങനെ പിടികിട്ടിയതെന്ന് സംശയത്തോടെ നടേശൻ ചോദിക്കുന്നുണ്ട്. പോറ്റിയൊരു ചിരിയോടെ, ഞാൻ ഇറങ്ങിപ്പോയ ദിവസത്തെ മേളം നടേശൻ കണ്ടതല്ലേ നടേശ, ബാക്കി നമുക്ക് ഊഹിച്ചൂടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുമ്പോഴേക്കും ഓ അങ്ങനെ എന്ന് നടേശനും. മണിയും കരച്ചിലോടെ, എൻ്റെ കുഞ്ഞൂട്ടനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് അവനില്ലാതെ സഹിക്കാൻ പറ്റുന്നില്ല, അതാ ഞാൻ അണ്ണനെ തന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ, ഞാനും നോക്കാം മണി എന്ന് പോറ്റി പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന റാണിയും അവരുടെ സംസാരവും ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. പിന്നെ ഇതിനിടയിൽ ആ സരസ്വതിയുടെ കെട്ടിയോനില്ലേ, ആ ക്രിമിനൽ ജയിലിൽ ചാടിയെന്ന്, അവൻ ഒളിച്ചു വന്ന് എന്നെ പിടിച്ചൊരു പോക്കങ്ങ് പോയെന്ന് പോറ്റി പറയുന്ന കേട്ട് അമ്പരപ്പോടെ, അല്ല അതെന്തിന് എന്ന് നടേശനും. അവരുടെ സമ്മതക്കാരല്ലേ, ആ ദേഷ്യം കാണുമെന്ന് പോറ്റിയും. അല്ല പിടിച്ചോണ്ട് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ, ഞാൻ തഞ്ചത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതല്ലയോ എന്ന് പോറ്റിയും. അപ്പോ അങ്ങേര് പുറകെ വരുമോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ, ഏയ് എന്നെ അങ്ങേര് കുറെ ഭീഷണിപ്പെടുത്തി നോക്കി, നമ്മൾ ഇതിനപ്പുറമുള്ളവരെ കണ്ടിരിക്കുന്നു, ആ നമ്മളോട് അവന്റെ കളി അതൊന്നും ഞാൻ മൈൻഡാക്കിയില്ല, നമ്മളോട് ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാളൊന്ന് അടങ്ങി എന്ന് പോറ്റി പറയുമ്പോൾ, അയാളെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കല്ലേ, അയാളെ കണ്ട കാര്യം അളിയൻ പോലീസിൽ അറിയിച്ചോ എന്ന് നടേശൻ വീണ്ടും ചോദിക്കുമ്പോൾ, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത വലിയെടുത്ത് തലയിൽ വെക്കുന്നത്, നമ്മൾ അയാളെ കണ്ടില്ല, തീർന്നില്ലേ, പിന്നെ അയാൾ സന്തോഷിന്റെ കാര്യം തിരക്കുന്നുണ്ടായിരുന്നു എന്ന് പോറ്റി പറയുമ്പോൾ, അതെന്തിനാന്ന് നടേശനും. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ലെന്ന് പോറ്റിയും. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന റാണിയും സംശയത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽപ്പാ. അവിടെ മാധവത്തിൽ ടീച്ചറമ്മയും ആകെ ടെൻഷനോടെയും പരിഭ്രാന്തിയോടെയും തന്റെ റൂമിലെ കട്ടിലിരുന്ന് മോഹനും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. ഒരു കാര്യം ഓർത്തോ, കെട്ടിത്തൂക്കിയാലും കയററുത്ത് മോഹൻ വരും, നിന്റെ കാമുകൻ കൃഷ്ണചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്, നീ എന്റെ അടുത്ത് നേരിൽ വരണം, വന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, പക്ഷേ നിന്റെ കാമുകന് പിന്നെ കൂടുതൽ ആയുസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മോഹൻ പറഞ്ഞ വാക്കുകളോർക്കെ ടീച്ചറമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രമത്തോടെ ഇരിപ്പാ. അപ്പോഴാണ് വീണയുടെ മൊബൈലിലേക്ക് റാണിയുടെ കോൾ വരുന്നത്. അവൾ കോൾ എടുത്ത്, ഹലോ ഏട്ടത്തി, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിഞ്ഞില്ല, ആ ഇടങ്കോല് മൂപ്പിലാൻ വന്നിട്ടുണ്ട്, അങ്ങേര് പറഞ്ഞപ്പോഴറിഞ്ഞത് ആ പട്ടാളക്കാരൻ ജയിലിൽ ചാടിയല്ലേ എന്ന് റാണി ചോദിക്കുമ്പോൾ, അതെ ചാടി, അതിന്റെ ഭീഷണിയും പേടിയുമുണ്ടെന്ന് വീണയും, അയാൾ സന്തോഷിന്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടെന്ന് ഇടങ്കോല് പറയുന്നുണ്ടായിരുന്നു എന്ന് റാണി പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ, അത് അയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് വീണയും. ഇടങ്കോലിനെ അങ്ങേര് തട്ടിക്കൊണ്ടു പോയെന്ന് എന്ന് റാണി പറയുമ്പോൾ, എന്തിന് എന്ന് അമ്പരപ്പോടെ വീണയും. അറിയില്ല, എന്തോ മിസ്സിംഗ് തോന്നിയതുകൊണ്ടാ ഞാൻ വിളിച്ചു പറഞ്ഞത് എന്ന് റാണി പറയുമ്പോൾ, ഇടങ്കോലിനപ്പോ മോഹൻ എവിടെയുണ്ടെന്ന് അറിയാമായിരിക്കുമല്ലോ എന്ന് വീണയും. ഇല്ലെന്നാ അയാൾ പറയുന്നതെന്ന് റാണി പറയുമ്പോൾ, വിഷ്ണുവേട്ടനോട് ഇക്കാര്യം സൂചിപ്പിക്കാം, ഇടങ്കോലിനെ പൊക്കിയ മോഹനെ കിട്ടിയാലോ എന്ന് വീണ പറയുമ്പോൾ, നീ ഒന്ന് പറഞ്ഞു നോക്ക്, ഇപ്പൊ ഗുണപ്പെട്ടാലോ, ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞ് റാണി കോൾ കട്ട് ചെയ്യുക. ഒക്കെ വെപ്രാളത്തോടെ വീണ അമ്മയുടെ അരികിലേക്ക് ചെന്ന്, അമ്മ റാണി ചേട്ടത്തിയെ വിളിച്ചിരുന്നത്, ആ ഇടങ്കോലിനെ അങ്ങേര് തട്ടിക്കൊണ്ടു പോയെന്ന് വീണ പറയുമ്പോൾ, ആര്, മോഹനോ? ടീച്ചറമ്മയും. അതെ എന്ന് വീണ പറയുമ്പോൾ, ശങ്കരനെ എന്തിനാ അയാൾ പിടിച്ചോണ്ട് പോകുന്നേ എന്നമ്മ ചോദിക്കുന്നുണ്ട്. ഒരു പിടിയുമില്ല, ഒക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സന്തോഷിട്ടന്റെ കാര്യം അയാൾ ഇടങ്കോലിനോട് തിരക്കിയെന്ന്, എന്നാലും എന്തിനാവും അയാൾ സന്തോഷിട്ടന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് വീണ ആദിയോടെ പറയുമ്പോൾ, മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിരിക്കും, അയാള് ആള് വിഷജീവിയാ, മോഹന്റെ കരുത്തില്ലെങ്കിലും രണ്ടും വിഷത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടീച്ചറമ്മ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കിച്ചണിലെത്തി ഡൈനിങ് ടേബിളിൽ ടെൻഷനോടെ ടീച്ചറമ്മ ഇരിക്കുമ്പോഴാണ് വീണ്ടും ആ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. അവരാ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, ഞാൻ വിളിച്ച കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ എന്ന് അപ്പുറത്തുനിന്ന് മോഹന്റെ ചോദ്യം. ഇല്ലെന്ന് ടീച്ചറമ്മ പേടിയോടെ പറയുമ്പോൾ, പറഞ്ഞാൽ എനിക്കൊരു പുല്ലുമില്ല, ഇനി വാദ്യാരുടെ ജീവൻ നിന്റെ നാവിലാ, നീ തീരുമാനിച്ചോ അയാളുടെ ജീവൻ, പിന്നെ അതിബുദ്ധി കാണിച്ച് കാര്യങ്ങളൊക്കെ വഷളാക്കാതിരുന്നാ നിനക്ക് കൊള്ളാം, നിനക്കറിയാലോ എനിക്കിനി മേലും കീഴും ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയും നോക്കാനില്ല എന്ന് മോഹൻ ഓർമ്മിപ്പിക്കുമ്പോൾ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചറമ്മയും. അറിയാതിരുന്ന അങ്ങേർക്ക് കൊള്ളാം, പിന്നെ എപ്പോ എവിടെ എങ്ങനെ വരണമെന്നൊക്കെ ഞാൻ ഇനി വിളിക്കുമ്പോൾ പറയാം എന്ന് മോഹൻ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന വീണയും പരിഭ്രമത്തോടെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാ. ഉടായ്പ നമ്പറുകളൊക്കെ ഇറക്കി എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതിന് ചെറുതല്ലാത്ത നല്ല വില നീ കൊടുക്കേണ്ടി വരും.
ഉറപ്പെന്ന് പറഞ്ഞ് മോഹൻ കോൾ കട്ട് ചെയ്യുമ്പോൾ ടീച്ചറമ്മയും ആകെ വെപ്രാളത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽപ്പാ. വീണ അമ്മയുടെ അരികിലേക്ക് വന്ന് ആരാ അമ്മയെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടെന്ന് പരുങ്ങലോടെ ടീച്ചറമ്മയും. അമ്മയുടെ ഒരുവിധം ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാലോ, ആരാ എന്ന് വീണ വീണ്ടും ചോദിക്കുമ്പോൾ ടീച്ചറമ്മയും ദേഷ്യത്തോടെ നിനക്കിപ്പോ അറിഞ്ഞിട്ട് എന്തിനാ കുഞ്ഞി, വെറുതെ എല്ലാത്തിനും എന്നെ കയറി ചോദ്യം ചെയ്യാൻ വരല്ലേ, മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നുണ്ട്. ആരെയും അറിയിക്കരുതെന്നുള്ള മോഹന്റെ വാണിങ്ങിൽ ആകെ കുഴയുന്ന ടീച്ചറമ്മ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷനോടെ കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും അടഞ്ഞുകിടക്കുന്ന ആ റൂമിനരികിലേക്ക് വന്ന് വീണയും സംശയത്തോടെ നോക്കി നിന്ന് തന്റെ മൊബൈൽ എടുത്ത് ജോണിനെ വിളിക്കുന്നുണ്ട്. ജോൺ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ജോണേട്ടാ, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ കാര്യമെന്ന് ജോണും. അമ്മ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഒരു ആലോചന, എന്നോടൊന്നും മിണ്ടുന്നില്ല, ചോദിച്ചാ ദേഷ്യപ്പെടുക എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ആ മോഹന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് ജോണും. ആരോ അമ്മയെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മാറി നിന്ന അമ്മയുടെ സംസാരം ചോദിച്ചപ്പോ ഏതോ പഴയ ഫ്രണ്ടാണെന്നൊക്കെയാ പറയുന്നത് എന്ന് വീണ പറയുമ്പോൾ അയാൾ ടീച്ചറെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും ടീച്ചറുടെ എല്ലാ നീക്കവും വീണ ശ്രദ്ധിക്കണം എന്ന് ജോൺ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ജോണേട്ടാ എന്ന് വീണയും. എന്ത് കാര്യമുണ്ടായാലും അപ്പോൾ എന്നെ വിളിച്ച് പറയണം എന്ന് ജോൺ പറയുമ്പോൾ ഞാൻ വിളിക്കാം ജോണേട്ടാ എന്ന് പറഞ്ഞ് വീണയും കോൾ വെക്കുകയാ. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ടീച്ചറമ്മ ഡ്രസ്സെല്ലാം മാറി ബാഗുമെടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും അത് കണ്ടോട്ട് വരുന്ന വീണയും അമ്മ രാവിലെ തന്നെ ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ റീജോയിനിങ്ങിന്റെ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി ഓഫീസ് വരെ പോവാന്ന് ടീച്ചറമ്മയും. അതെല്ലാം ക്ലിയർ ആണെന്നല്ലേ സോമൻ സാർ പറഞ്ഞത് എന്ന് വീണ ചോദിക്കുമ്പോൾ ദേ കുഞ്ഞി, ഞാൻ ഇന്നലെയും പറഞ്ഞതാ എന്നെ ചോദ്യം ചെയ്യാൻ വരല്ലേന്ന് എന്ന് ദേഷ്യത്തോടെ ടീച്ചറമ്മയും. ഞാൻ അറിയാനായിട്ട് ചോദിച്ചതാ അമ്മേ എന്ന് വീണ പറയുമ്പോൾ ഇനി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ എന്തിരിക്കുന്നു എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ടീച്ചറമ്മ പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ അവരെ തടഞ്ഞ് അമ്മേ ഓഫീസിലേക്കാണെങ്കിൽ ഞാനും വരാമെന്ന് പറയാ. അതിന്റെ ആവശ്യമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് ടീച്ചറമ്മ തീർത്തു പറയുമ്പോൾ കൂടെ ഉണ്ടെങ്കിൽ എന്റെ വണ്ടി നമുക്ക് പോയിക്കൂടെ എന്ന് വീണ ചോദിക്കുമ്പോൾ എനിക്ക് അതിലിരുന്ന് വെയിൽ കൊള്ളാനൊന്നും വയ്യ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ ടീച്ചറമ്മയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാ. അമ്മയുടെ പുറകെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് എത്തുന്ന വീണയും അമ്മ വേഗത്തിൽ നടന്നു പോകുന്നത് നോക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ ജോണിനെ വിളിക്കുന്നുണ്ട്. ഹലോ വീണ, എന്തായി എന്ന് ജോൺ ചോദിക്കുമ്പോൾ ജോണേട്ടാ, അമ്മ ഇപ്പതേ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കാണെന്നും പറഞ്ഞിറങ്ങി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന മേരിക്കുട്ടി ടീച്ചറും ജോണിനോടായി എടാ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. വീണയാ എന്ന് പറഞ്ഞവൻ മൊബൈൽ ലൗഡിലിടുമ്പോഴേക്കും എനിക്കതിലൊരു വിശ്വാസവുമില്ല, അമ്മയെന്നും അപകടത്തിലേക്കാ പോകുന്നെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അവൾ ആദ്യയോടെ പറയുന്ന കേട്ട് മോളെ ഓഫീസിൽ ഞാൻ വിളിച്ചു ചോദിക്കാം. ഇന്നലെ ഇവിടെ വെച്ചും ഒരു കോൾ വന്നപ്പോഴാ ഒരു ലക്കുമില്ലാതെ അവൾ ഇറങ്ങിപ്പോയത്. മോളെ എന്തോ ഒന്ന് അവൾ നമ്മളിൽ നൊളിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് വേറൊന്നുമല്ല, ആ മോഹൻ തന്നെയാ. കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് വീണ. ഞാൻ എന്തായാലും സരസ്വതി ടീച്ചറെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പറയാനാവില്ല, അപകടമാ എന്ന് ജോൺ പറയുമ്പോഴേക്കും വീണയും ആകെ പരിഭ്രമത്തോടെ കോൾ വെക്കുകയാ. അപ്പോൾ തന്നെ ജോണും മേരിക്കുട്ടി ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. ടീച്ചറമ്മ അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെ വരുന്ന ജോൺ ടീച്ചറമ്മയെ കണ്ട് വീണ്ടും ബൈക്ക് പിന്നോട്ടെടുത്ത് മാറി നിന്ന് ടീച്ചറമ്മയുടെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കി നിൽക്കുമ്പോഴേക്കും അതിലെ വരുന്ന ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് നിർത്തി ടീച്ചറമ്മ അതിൽ കയറി പോകുന്നുണ്ട്. കാണുന്ന ജോണും ടീച്ചറമ്മയുടെ പുറകെ തന്നെ തന്റെ വണ്ടിയും എടുത്ത് പോകുന്നുണ്ട്. ആകെ ടെൻഷനോടെ മാധവത്തിന്റെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ് വീണ. അപ്പോഴാണ് നടേശൻ തന്റെ കാറിൽ മാധവത്തിലെത്തുന്നത്. നടേശനെ കാണാൻ വീണയും സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരിക്കാനായി പറയുമ്പോഴേക്കും ഇരുന്നിട്ട് ഒരിടത്തും പുറക്കുന്നില്ല മോളെ. വെപ്രാളം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. സന്തോഷിനെ പറ്റി ഇതുവരെ ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല, എവിടെ പോയെന്ന് ഒരു വിവരവുമില്ല എന്ന് ടെൻഷനോടെ പറയുമ്പോൾ കാര്യങ്ങളിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടച്ചാ എന്ന് വീണയും. അമ്പരപ്പോടെ എന്താ മോളെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എനിക്കൊരു വ്യക്തതയും കിട്ടുന്നില്ലച്ചാ. അമ്മ ഇന്ന് പുറത്തേക്ക് പോയി, എന്റെ ധാരണ ഇതുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നാ എന്നവൾ ആദ്യയോടെ പറയുന്ന കേൾക്കെ എന്ത് കാര്യമെന്ന് നടേശനും. എനിക്കറിയില്ലച്ചാ എന്ന് വീണ പറയുമ്പോഴേക്കും ഓട്ടോയിൽ പോകുന്ന ടീച്ചറമ്മയെയും അവരുടെ പുറകിൽ തന്നെ തന്റെ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജോണിനെയും കാണിക്കുന്നുണ്ട്. ആ യാത്രക്കിടയിൽ ഒരു കോൾ വരുമ്പോഴേക്കും ടീച്ചറമ്മ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഓട്ടോക്കാരനെ വഴിയെല്ലാം പറഞ്ഞുകൊടുത്ത് പോയിക്കൊണ്ടിരിക്കുക. വീണപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് അമ്മയെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മ മോഹൻ പറഞ്ഞുകൊടുത്ത സ്ഥലത്തെത്തി ഓട്ടോ നിറങ്ങി കാശ് കൊടുത്ത് പോകുമ്പോഴേക്കും ജോണും അങ്ങോട്ടെത്തി. അവർ നടന്നു പോകുന്നതും ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. അമ്മയെ വിളിച്ചിട്ട് കിട്ടാതെ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ അത് ഓഫായി പോയതോ മറ്റോ ആവുമെന്ന് നടേശനും. അല്ലച്ചാ, ഇത് അയാളുടെ കളിയാ, ആ മോഹന്റെ എന്ന് വീണയും ടെൻഷനോടെ പറയുന്നുണ്ട്. ടീച്ചറമ്മ ആ സമയത്ത് ഓട്ടോയിൽ നിന്നിറങ്ങി മോഹൻ പറഞ്ഞുകൊടുത്ത സ്ഥലത്തേക്ക് റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. പുറകെ ജോണുമുണ്ട്. വീണ തന്റെ മൊബൈലെടുത്ത് ജോണിനെ വിളിക്കുന്നുണ്ടെങ്കിലും അതും നോട്ട് റീച്ച്ഡ് ആയിരുന്നു.
ടീച്ചറമ്മ നടന്നു പോകുന്നത് കാണെ ജോണും തന്റെ ബുള്ളറ്റിൽ നിന്നിറങ്ങി അവരുടെ പുറകെ ചെല്ലുമ്പോഴേക്കും വെപ്രാളത്തോടെ നടന്നു നീങ്ങുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടീച്ചറമ്മ മോഹന്റെ താവളത്തിലെത്തുന്നതും മോഹന്റെ ഭീഷണിയുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.